ഇരവിപുരത്തെ UDF സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ RSPയിൽ രാജി. ഇരവിപുരം നിയോജക മണ്ഡലം സെക്രട്ടറി N. നൌഷാദാണ് രാജി പ്രഖ്യാപനം നടത്തിയത്. വിജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് NK പ്രേമചന്ദ്രൻ MPയുടെ ദുർവാശി കാരണമാണ്. മകന് സീറ്റ് നൽകണമെന്ന് പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടതായും RSP വന്നാൽ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പ്രേമചന്ദ്രൻ പാർട്ടി എന്നല്ല എന്നും N. നൌഷാദ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. RSPയുടെ ഇരവിപുരം നിയോജകമണ്ഡലം സെക്രട്ടറി N. നൌഷാദ് ഉണ്ട്. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ട് സമവായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. വിജയസാധ്യത ബലികഴിച്ചിരിക്കുകയാണ്. അതിന് കാരണം ആരാണ്? RSP ഇരവിപുരം നിയോജക മണ്ഡലം കമ്മിറ്റി കൂടിയപ്പോൾ വിജയസാധ്യതയായിരുന്നു ഒരു മുഖ്യ പരിഗണന. അത് അട്ടിമറിച്ചാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ സമവായ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. ആരാണ് അട്ടിമറിച്ചെന്നുള്ള ചോദ്യമാണ്. ആ അട്ടിമറിച്ച ആരാ എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട കൊല്ലം MP NK പ്രേമചന്ദ്രൻ്റെ മകനെ രാഷ്ട്രീയപരമായി സംഘടനാ രംഗത്തില്ലാത്ത ഒരു വ്യക്തിയെ മത്സരിപ്പിക്കാൻ MP കാണിച്ച ഒരു പിടിവാശിയാണ് ഈ RSPയിൽ ഈ പൊട്ടിത്തെറിക്ക് കാരണം. അതിൽ പ്രതിഷേധിച്ച് RSP ഇരവിപുരം നിയോജക മണ്ഡലം സെക്രട്ടറി സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ്. അതായത് RSP പൂർണ്ണമായി വിടുകയാണ് എന്നാണ് അവൻ്റെ അർത്ഥം. RSP പൂർണ്ണമായും വിടുകയാണ്. പാർട്ടി ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയിൽ നിരവധി അംഗങ്ങളും മുൻ കൗൺസിലർമാരും ജനപ്രതി അടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ പാർട്ടി വിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. പാർട്ടി മുഴുവൻ ഒരു കേന്ദ്രത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്നുണ്ടോ? പ്രേമചന്ദ്രൻ പാർട്ടി ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ? ഇനിയിപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് അങ്ങേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴൊരു ബോധ്യം? അല്ല, ബഹുമാനമായിട്ടുള്ള NK പ്രേമചന്ദ്രൻ MP പുള്ളി MLA ആയിട്ടുണ്ട്, പുള്ളി മന്ത്രിയായിട്ടുണ്ട്, പുള്ളി രാജ്യസഭ MP ആയിട്ടുണ്ട്. പുള്ളിക്ക് വേണ്ടിയാണ് ഈ മുന്നണി മാറ്റം പോലും സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അന്നേരമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ആത്മാർത്ഥമായി ഒരു സഹോദരനെ പോലെ നിന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തനം നിന്ന് പ്രവർത്തിച്ച ആളാണ്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഒന്നുമില്ല. പക്ഷേ ഇപ്പം ഈ RSPയിൽ ഉണ്ടാകുന്ന ഈ അപശബ്ദങ്ങളും ഈ പ്രശ്നങ്ങൾക്കും മകനെ സ്ഥാനാർത്ഥിയാക്കാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ വ്യഗ്രതയായിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നിങ്ങൾ ഇരവിപുരത്ത് നിന്ന് ഏതൊരു സ്ഥാനാർത്ഥിയും പരിഗണിയിട്ട് ഞങ്ങളെല്ലാവരെയും വിട്ടുതരാം. ഇത് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പ്രേമചന്ദ്രൻ പാർട്ടിയല്ല. രാഹുൽ ജി നാഥ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, വലിയൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇത് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, അല്ലാതെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പ്രേമചന്ദ്രൻ പാർട്ടിയല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പിടിവാശി പ്രേമചന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? പാർട്ടിക്കുള്ളിൽ മറ്റു പലർക്കും ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? വലിയൊരു വിഘടനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? മോദി, ഇരവിപുരം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒപ്പം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ ഈ വലിയ തോൽപ്പിക്കാൻ കഴിയാത്തൊരു ശക്തിയായി നിൽക്കുകയും ചെയ്യുന്നൊരു വസ്തുത നമുക്കറിയാം. അപ്പോൾ ഇരവിപുരത്തൊരു മികച്ച സ്ഥാനാർത്ഥി വരണമെന്ന ചർച്ച RSPയുടെ ഭാഗത്തുണ്ടായിരുന്നു. കാരണം RSPക്ക് ഏതാണ്ട് 10 കൊല്ലമായി നിയമസഭയിൽ പ്രതിനിധിയില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ആര് സ്ഥാനാർത്ഥിയായി വരുമെന്ന ചർച്ച ഉയരുന്നത്. സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ പലതും ഉയർന്നു വന്നു. ഒന്ന് നമ്മളിപ്പോൾ കണ്ട N. നൌഷാദിൻ്റെ പേരാണ്, മറ്റൊന്ന് കാർത്തിക് പ്രേമചന്ദ്രനാണ്, പിന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ അടക്കമുള്ള ആളുകളുടെ പേരും ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വിജയസാധ്യതയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് UDF പറയുമ്പോൾ നമ്മൾ ഇന്നലെ കൊടുത്ത വാർത്ത ശ്രദ്ധിക്കൂ. അത് സമവായ സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് വിജയസാധ്യത ബലി കഴിച്ചുകൊണ്ട് സമവായ സ്ഥാനാർത്ഥിയിലേക്ക് പോകാനുള്ള സാഹചര്യം എന്താണ് എന്ന ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ദിവസങ്ങൾക്ക് മുൻപാണ് A. അസീസിന്റെ പ്രസ്താവന പുറത്തുവിട്ടത്. അപ്പോൾ RSPക്കുള്ളിൽ ഒരു ഭിന്നതയുണ്ട് എന്നുള്ളത് വെളിവാക്കുന്നതായിരുന്നു ആ പ്രതികരണം. കാരണം കാർത്തിക് പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയാകില്ല എന്ന് A. അസീസ് പറഞ്ഞിരുന്നു. അന്ന് തന്നെ RYFിൻ്റെ ഒരു പ്രതിനിധി, RYFിൻ്റെ നേതാവ് സ്ഥാനാർത്ഥിയാകുമെന്നും അസീസ് പറഞ്ഞു. പിന്നീടാണ് ഈ പറയുന്ന ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയെ കൂടുന്നത്. അപ്പോൾ അതൊക്കെ പ്രഹസനമായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തായാലും N. നൌഷാദ് പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക മുന്നിലേക്ക് വന്നപ്പോൾ പ്രേമചന്ദ്രൻ മകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന വലിയ വാശിയിലായിരുന്നു. ആ വാശി കൊണ്ടാണ് നിലവിൽ എന്തായാലും എല്ലാവർക്കും സംതൃപ്തി തേടുന്ന വിജയസാധ്യതയൊന്നും അത് പരിഗണിക്കേണ്ട, നമുക്കിപ്പോൾ ഈ പാർട്ടിയുടെ ഐക്യം നോക്കാം, ആ ഐക്യത്തിന് പറ്റുന്ന ഒരാളെ കൊണ്ടുവരാമെന്ന തരത്തിലേക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം ഈ പാർട്ടിയിലൂടെ പ്രേമചന്ദ്രൻ MP, അതായത് പ്രേമചന്ദ്രൻ്റെ വ്യക്തിക്ക് വലിയ ലാഭങ്ങളുണ്ടായി, അതിനുവേണ്ടിയാണ് മുന്നണി മാറ്റം പോലും ഉണ്ടായത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇത്തരത്തിൽ ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള ചർച്ചകളാണ്, ഉള്ള അഭിപ്രായമാണ്. ഇപ്പോൾ ഒരാൾ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ
ഈ പലരുടെ പേരുകൾ പുറത്തു വന്നപ്പോൾ എൻ നൗഷാദിന്റെ പേരിനൊക്കെ വലിയ പിന്തുണ നേടിയിരുന്നു. ഈ പേരൊന്നും പരിഗണിക്കാതെ മറ്റൊരാൾ വരുമ്പോൾ ആ പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ ഭിന്നതയ്ക്ക് കാരണം എന്താണ് എന്നുള്ളതാണ് ഉണ്ട് എന്നത് നേരത്തെ തന്നെ വ്യക്തമാണ്. അങ്ങനെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും പ്രേമചന്ദ്രന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പിടിവാശി, ദുർവാശിയാണ് ഇതിനൊക്കെ കാരണം എന്നാണ് നൗഷാദ് ആരോപിക്കുന്നത്. ഇത് റെവല്യൂഷണറി പ്രേമചന്ദ്രൻ പാർട്ടിയല്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. രാഹുൽ ജീദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.